ഹലോ, ഇന്ന് രാത്രി മത്സരമുണ്ട്, വരുന്നുണ്ടോ നീ? ഓഹോ, മുസ്ലിം പെരുന്നാളാണല്ലേ? അല്ലേക്കാ, ബിരിയാണി റെഡിയാണോ? ചിക്കനാണോ മട്ടനാണോ? ഇതെന്താ തേനി ചൂതി പോലെ? പെരുന്നാളല്ലേ? ഈ ചിരിച്ചോണ്ട് വാ. ഇതാണ് ഞാൻ പറഞ്ഞ മത്സരം. നിന്നെപ്പോലുള്ള ഫൈറ്റേഴ്സിന് ഇവന്മാർ വെച്ചിരിക്കുന്ന പേരാ പാവ. പാവയുടെ പേരിൽ കാശ് വെച്ച് കളിക്കുന്ന ഇവന്മാരെ കണ്ടില്ലേ? ഇവന്മാരെ പകിടകളെന്ന് പറയും. പകിടകളെ കൊണ്ട് പന്തയം വെപ്പിക്കുന്നതാ ഈ നിൽക്കുന്നവന്റെ മെയിൻ ജോലി. ഒരേ സമയത്ത് എത്ര പേര് പന്തയം വെച്ചാലും ശരി, അവരുടെ നിന്നൊക്കെ പന്തയം എടുക്കുന്നതില് ഇവൻ പുലിയ. ഒരു രൂപ പോലും മിസ്സാവില്ല. ഇവിടെ പാവകൾക്ക് 2 കളറാണുള്ളത്. ഒന്നാമത്തേത് ചോപ്പ്, മറ്റൊന്ന് മഞ്ഞ. നിനക്കിതിൽ ഏത് കളറിൽ വേണമെങ്കിലും പെറ്റുവെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ മത്സരത്തിനനുസരിച്ച് മാറ്റി മാറ്റി കാശടക്കാം. പന്തയത്തുക കെട്ടേണ്ട സമയമൊക്കെ മുരളി പറയും. ഇവിടുന്ന് കാശ് കിട്ടിയവന്മാരെക്കാളും കൂടുതൽ നഷ്ടപ്പെട്ടവന്മാരാണ് അധികമുള്ളത്. പക്ഷെ ഇത് നടത്തുന്ന ദാതയ്ക്ക് ലാഭം മാത്രമേ ഉള്ളൂ. ഞാനൊക്കെ വേറെ ഏജന്റ് മാത്രമാണ്. നീ ജയിച്ചാൽ എനിക്ക് കമ്മീഷൻ കിട്ടും. നീ ജയിച്ചാൽ മാത്രമേ നമുക്ക് കാശ് കിട്ടും. തോറ്റു കഴിഞ്ഞാൽ വേദന മാത്രം ബാക്കിയാവും. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും ഓരോ മൈൻഡാ. എല്ലാവർക്കും കാശ് വേണം. എന്നാൽ ചിലർക്കാണെങ്കിലോ 2 പേര് തമ്മിൽ തല്ലി ചാവുന്നത് കാണുമ്പോൾ ഒരു സൈക്കോ. അവൻ്റെ കണ്ണ് കണ്ടോ നീ? ചോര ചീറ്റുന്നതും എല്ല് നുറുങ്ങുന്നതും കാണുമ്പോൾ ഒരു ആവേശം. പന്തയം വെച്ചിട്ടുള്ള അത്രയും കാശ് തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ടെൻഷൻ. ഇതെല്ലാം കൂടി ചേർന്ന ഈ മത്സരം ഒരു അഡിക്ഷനായി മാറിയിരിക്കുന്നത്. അവനാണ് അക്ബർ ദാദ. ആ ഒരു മണ്ണുണിയാണെന്ന് വിചാരിക്കരുത്. ഇവൻ നമ്പർ 1 ഗുണ്ടയാ. ബോംബെക്കാരൊക്കെ ഇവനിട്ടിരിക്കുന്ന ചിലപ്പോൾ ഡെന്റിസ്റ്റ് എന്നാണ്. ദാദയാണ് സിറ്റിയിലെ ടോപ്പ് ബെറ്റുകാരൻ. ഇയാൾക്ക് ദുബായ് വരെ ലിങ്ക് ഉണ്ട്. ക്രിക്കറ്റ് ബെറ്റിൽ കോടിക്കണക്കിന് രൂപയാണ് സമ്പാദിക്കുന്നത്. ക്രിക്കറ്റ് ഇല്ലാത്ത സീസണുകളിലെല്ലാം പന്തയക്കാരെ വെച്ച് അതേ അഡിക്ഷനിൽ തുടങ്ങിയത് അയാളെ മത്സരം. ഇതാ അടുത്ത് നിൽക്കുന്നതാണ് മാലിക്. കാശിൻ്റെ കാര്യമായാലും അഥവാ എന്തെങ്കിലും പ്രശ്നമായാലും മാലിക്കിനെ വെച്ച് ദാദ എല്ലാം ഡീൽ ചെയ്യുള്ളൂ. ആ കാണുന്നതാണ് വിക്ടർ. ഇവനാണ് ഇവിടുത്തെ നമ്പർ 1. ഇതുവരെ ഇവനെ ആരും ഇവിടെ തോൽപ്പിച്ചിട്ടില്ല. ഇവിടെ വെച്ച് അവൻ തട്ടിയിട്ടുള്ളത് 3 പേരെയാ. എന്താ മണി, പുതിയ കളിക്കാരാണോ? അതാ വിനോദ്. മുരളി, നിനക്കെന്താ ഇവിടെ കാര്യം? പോയ അടുത്ത മത്സരം റെഡിയാക്ക്. മണി, റൂൾസൊക്കെ മാറിയിടോ. എന്ത് മാറ്റമുള്ളേ? ഇനി തൊട്ട് റൂൾസേ ഇല്ല. ഉണങ്ങിയ മരം പോലെ ഉണ്ടല്ലോ. ഇവനാണ് മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത്. തോപ്പിക്കാണ്. എവനെ കണ്ട ഒരു ലോറിനെ പോലെ ഉണ്ടല്ലോ. എവനെ കൊണ്ടൊക്കെ വല്ലതും വന്ന വഴിക്ക് പോടെ ചുമ്മാ തല്ലുകൊണ്ട് ഒന്നും പറഞ്ഞു. ഞാനറിയാത്ത നമ്മുടെ ബായിന്റെ മസില്
ഡാൻസ് കളിക്കാനായിട്ട്. എത്ര നേരമായി ചാടി കളിക്കാൻ അടിക്കടാ. ബായ് ചുമ്മാ കണ്ട് ചാടി കളിക്കുക, പിടിച്ചിട്ട് കൊടുക്കു ബായ്. പോയെടാ, നമ്മളെ അജയുടെ കാറ്റ് പോയെന്നാ തോന്നുന്നത്. ഇനി ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. നീ വാ, പോവാം. ആ കിട്ടിയ കാശ് പോയി. വീട്ടെടുത്ത് പണിയൊന്നുമില്ല നോക്കാം. പാടേ ഇതാ നിൻ്റെ കാശ്. ഇതെൻ്റെ കമ്മീഷനാണ്. ഇത് നീ വെച്ചോ. നിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുകൊണ്ടിരുന്നില്ല എന്ന് തോന്നുന്നു ഇപ്പോൾ. ഇതൊന്നും നിനക്ക് ശരിയാവില്ല. നീ വേഗം ഫോറിനിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്ക്. ചേട്ടൻ്റെ കയ്യിരിക്കട്ടെ. സഹായം ചോദിച്ച് ഒരാൾ വന്ന് നിൽക്കുമ്പോൾ അവനെ നാണം കെടുത്തില്ലേ, അതോർക്കുമ്പോഴാണ് വേദന. ഇത് സഹിക്കാന്നേ ഉള്ളൂ. അല്ല മോളെ, പൈസ ഇതുവരെ ശരിയാക്കിയില്ലേ? ആ കാരണവര് എത്ര നേരം എന്ന് വെച്ചാൽ വരാന്തേ കിടക്കുക? കാശ് കൊടുത്താലല്ലേ മോളെ ബെഡ് കിട്ടൂ. അല്ലെങ്കിൽ നീ വീട്ടിലോട്ട് എന്നെ കൊണ്ടുപോകുന്നോ? വേഗം ഒന്ന് തീരുമാനിക്കും. ചേട്ടാ, ആ കാശ് തന്നെ. നിനക്കിതുകൊണ്ട് മതിയാവുമെന്നറിയില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഇത്രയും കാശേ ഉള്ളൂ. ഇത് വാങ്ങിച്ചോളൂ. അയ്യോ വേണ്ട ഏട്ടാ. ഇത് വാങ്ങ, പൈസ അടയ്ക്ക്. താങ്ക്സ് ഏട്ടാ. ഓ, അപ്പൊ വേറെ ജോലിയൊന്നുമില്ലേ? അല്ല, അതവിടെ നിൽക്കട്ടെ. എങ്ങനെയാ ഈ മുറിവൊക്കെ ഉണ്ടായത്? അത് പിന്നെ ഇതൊരു ചെറിയ ആക്സിഡന്റ്, ഓട്ടോ ഇടിച്ചതാ. ഓട്ടോയിൽ ഏതെങ്കിലും പെമ്പിള്ളേരുണ്ടായിരുന്നോ? അല്ലെങ്കിൽ ആരുടെയും പുറകെ പോയി നമ്പർ ചോദിച്ചതിന് കിട്ടിയതാണോ ഇനി? ഇയാളെ ഓർത്താ ഞാൻ ഫോളോ ചെയ്തേ. ഓ, അങ്ങനെയല്ലേ. നന്നായി സംസാരിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല നുണയാ. ഞാൻ ബേസിക്കലി ഡോക്ടർ ആകേണ്ടതാ, പക്ഷെ ജസ്റ്റ് 98 മാർക്സിൽ മിസ്സായിപ്പോയി. എല്ലാത്തിനും കാരണം എൻ്റെ അപ്പച്ചിയുടെ മോളാ. വല്ലാത്ത വികൃതി അവള്. ഇപ്പൊ എന്റെ കോളേജിലും ചേരാൻ പോവാന്ന്. അയ്യോ, ഞാൻ ആ കോയറ്റ് കോളേജിൽ തന്നെ ചേർന്നാ മതിയായിരുന്നു. ഹേ, യു നോ സംതിങ്? എനിക്ക് ബോയ് ഫ്രണ്ട്സേ ഇല്ല. ഞാൻ പഠിച്ചതെല്ലാം ഗേൾസ് സ്കൂൾ, ഗേൾസ് കോളേജ്, ഗേൾസ് ട്യൂഷൻ. അതൊന്നും ഒരു പ്രശ്നമേ അല്ല. എന്റെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ കിട്ടുന്ന ഒരവസരം. നമുക്ക് പോവാം. എന്തു പറ്റി? എനിക്ക് കുറച്ച് ജോലിയുണ്ട്. ഓക്കെ. പോകുന്ന വഴിക്ക് തന്നെ ഒന്ന് ഇറക്കി വിട്ടാൽ മതി. ശരി, വാ. എനിക്കൊരു ഹെൽപ്പ് ചെയ്യാവോ? എന്താ ചെയ്യേണ്ടത് പറഞ്ഞോ. ഒന്നും വിചാരിക്കരുത്. ഇല്ല, പറഞ്ഞോളൂ. പ്രോമിസ്? ആ, പ്രോമിസ്. ഒന്നുമില്ല, എനിക്ക് 2 ബിയർ വാങ്ങിച്ചു തരാവോ? എന്താ പറഞ്ഞേ? ശരിക്കും കേട്ടില്ല. എനിക്ക് 2 ബിയർ വാങ്ങിച്ചു തരാവോ? ബിയറോ? ഇയാള് മദ്യപിക്കല്ലേ? മനസ്സിലാക്കുമെന്ന് വിചാരിച്ചു. എന്നാലും ഞാനൊരു കുടിയെത്തിയാന്ന് വിചാരിച്ചില്ലേ നീ? നാട്ടിൽ എൻ്റെ ഫാമിലിക്ക് എന്തുമാത്രം റെസ്പെക്റ്റ് ഉണ്ടെന്നറിയാവോ? അമ്പലത്തിൽ പോലും ഞങ്ങളുടെ സ്ഥാനം വലുതാ.
ഇതുപോലെ ഒരാൾ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് മുത്തശ്ശി അറിഞ്ഞാൽ പിന്നെ ജീവനോടെ ഇരിക്കില്ല. ശരി, കേറ്, പോകാം. അല്ല കാവ്യ, പിന്നെ ഇതിനെ ബിയർ വാങ്ങാൻ പറഞ്ഞേ? അതായത് എന്റെ ബ്യൂട്ടീഷ്യനാ ബിയറിൽ ഹെയർ വാഷ് ചെയ്താൽ മുടി സോഫ്റ്റ് ആവുമെന്ന് പറഞ്ഞത്. അതാ ചോദിച്ചേ. സോറി കാവ്യ, അത് ഞാൻ ഓർത്തില്ല. പക്ഷെ ഇവിടെ സിവിൽ സപ്ലൈസ് എവിടാന്ന് എനിക്ക് ശരിക്കും അങ്ങോട്ട് അറിയാം. റൈറ്റിൽ പോയി ലെഫ്റ്റ് എടുക്ക, സെക്കൻഡ് ഷോ. ഇയാൾക്ക് എങ്ങനെ അറിയാം? ഞാൻ പോകുന്ന വഴിക്ക് കണ്ടിട്ടുണ്ട്. എപ്പോഴും വഴക്കും ബഹളവും, ഭയങ്കര ബാഡ് സ്മെല്ലാ. ഞാൻ മേടിച്ചോണ്ട് വരാം. വിനോദേ, സ്ട്രോങ് ബീർ തന്നെ മേടിക്കണേ. എന്താ സ്ട്രോങ്ങോ? അതെ, അതിലല്ലേ പത കൂടുതലും വരുന്നത്. ശരി ഏട്ടാ. നിനക്ക് വേണ്ടി 10 ലക്ഷമാണ് ചെലവാക്കിയത്. മര്യാദക്ക് പ്രോപ്പർട്ടി എന്റെ പേരിലാക്കണം. എന്റെ അടുത്താണോ നിന്റെ കളി? അടുത്തത് ആരടാ? ഇവനെ പറ്റി നന്നായിട്ട് അറിയാലോ, പിന്നെ എന്തിനാ വലിയ കാശ് വാങ്ങിക്കുന്നത്? വിനോദേ, നീ താഴെ വീഴുന്നതും തോൽക്കുന്നതെല്ലാം അവർക്ക് വിശ്വാസം വരുന്നത് പോലെ തന്നെ ഉണ്ടാവണം. നമ്മൾ മത്സരം പ്ലാൻ ചെയ്തിട്ടാ വന്നെന്നുള്ള ചെറിയ സംശയം ഉണ്ടായപ്പോലും ദാദ പിന്നെ നമ്മളെ വെച്ചേക്കില്ല. അവസാന മത്സരമല്ലേ, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും കൂടുതൽ തുക പോകുമെന്നാ തോന്നുന്നത്. ഇപ്പൊ വിക്ടറിന്റെ പേരിലാ കാശ് കൂടുതൽ. അപ്പൊ വിക്ടർ തോറ്റ ഒക്കെ നമുക്കല്ലേ വരിക? ചെന്ന് വിക്ടറിനോട് വരാൻ പറ. ആദ്യം മത്സരം ഈക്വലായിട്ട് തന്നെ പോകണം. അവൻ 2 അടി അടിച്ചു കഴിഞ്ഞാൽ നീയും 2 അടി കൊടുക്കും. അടിക്കുന്ന അടിയില് എല്ലാവന്മാരും അവന്മാരുടെ കയ്യിലുള്ള അവസാനത്തെ പണം വരെ നിന്റെ പേരിൽ കെട്ടണം. നീയെ ജയിക്കുമെന്ന് വിശ്വസിക്കണം. ഞാൻ എൻ്റെ ഈ മൂക്ക് ചൊറിഞ്ഞുകൊണ്ട് നിനക്കൊരു സിഗ്നൽ കാണിക്കും. ആ സമയത്ത് സർവ്വശക്തിയും എടുത്ത് നീ എങ്ങനെയെങ്കിലും തുടച്ചിട്ട് 2 മിനിറ്റ് അവനെ അടിക്കണം. അവൻ്റെ ഒരു അടി പോലും നിന്റെ മേത്ത് കൊള്ളാനും പാടില്ല. നീയാണ് ജയിക്കാൻ പോകുന്നതെന്ന് വിചാരിച്ച് എല്ലാവരും നിന്റെ പേരിലൂടെ പൈസ അടയ്ക്കും. ആ സമയം നോക്കി വിക്ടറിന്റെ പേരിൽ പൈസ അടയ്ക്കണം എന്നുണ്ടെങ്കിൽ അവസാനം വിക്ടർ ജയിക്കുമ്പോഴേക്കും നമ്മുടെ കയ്യിലേക്ക് 10 ഇരട്ടി കാശ് കിട്ടും. ഇവനാണ് മനോജ്. ഇവനായിരിക്കും നമുക്കെതിരായിട്ട് വിക്ടറിന്റെ പേരിൽ പൈസ അടയ്ക്കുന്നത്. മഞ്ഞക്കാരിൽ 500 കല്ലാ വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ വിനോദേ, അവസാനമായിട്ട് ഞാൻ നിന്നെ ഇങ്ങനെ കണ്ണാടി ഊരി കാണിക്കും. ആ സമയം നിന്നെ കൊണ്ട് അവനെ തടുക്കാൻ കഴിയാത്ത രീതിയിൽ പിന്മാറി അവൻ്റെ നിന്ന് നല്ലൊരു അടി വാങ്ങിയിട്ട് അപ്പം തന്നെ താഴെ വീഴാൻ നോക്കണം. വിനോദേ, കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടും ചെയ്യണേ.
എന്റെ പേരിൽ വലിയൊരു എമൗണ്ട് ചേർന്നതിന് ശേഷം മാലിക് ഒരു സിഗ്നൽ തരും. അപ്പൊ തല്ല കൊണ്ട് താഴെ വീണാ മതി. എന്താ ഞാൻ അവന്റെ അടി വാങ്ങി തോക്കണമെന്നാണോ? ഞാൻ ചെയ്യും. ഇതിനു വേണ്ടി തന്നെ ഞാൻ കാത്തിരുന്നേ. ഈ മത്സരത്തോടെ അവന്റെ കഥ ഞാൻ കഴിക്കും. ചേട്ടാ വിനോദിനെ അവൻ കൊല്ലും. ചേട്ടാ വേണ്ട ചേട്ടാ, വിനോദിനെ അടിക്കണമെന്ന് പറയാടാ. ചേട്ടാ വിനോദേ, അടിക്കാ, അടി.